الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. അഭിവന്ദരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ആമുഖമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടുത്തെ സ്നേഹിക്കണം എന്നുള്ളത് തന്നെയാണ്. ഹുബ്ബുർ റസൂൽ, പ്രവാചകനോടുണ്ടാകുന്ന സ്നേഹം, അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാളും സത്യവിശ്വാസിയാവുകയില്ല തന്നെ. നമുക്കെല്ലാം ഇത് അറിയുന്ന കാര്യമാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അതിൻ്റെ അർത്ഥതലങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. അഥവാ നമ്മൾ മുസ്ലിങ്ങളാകണമെങ്കിൽ, സത്യവിശ്വാസികളാകണമെങ്കിൽ പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ പ്രഖ്യാപിക്കുക തന്നെ വേണം. അതിൽ യാതൊരു സംശയവും നമുക്കാർക്കില്ല, ഉണ്ടാകാനും പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ പ്രഖ്യാപനം പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. തിരുവോരങ്ങളിലൂടെ നമ്മൾ ഇറങ്ങുമ്പോൾ ഈ മാസത്തെ പുണ്യമുള്ള മാസമായി കൊണ്ട് പ്രത്യേകം പരസ്യം ചെയ്യുന്ന പരസ്യ ബോർഡുകൾ നമ്മൾ കാണുന്നു. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ രണ്ട് പെരുന്നാളുകളേക്കാൾ ഉജ്ജ്വലമായിക്കൊണ്ട് തെരുവുകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ, പള്ളികളിലൂടെയൊക്കെ നടത്തപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ഇനി കാണാനിരിക്കുന്നതോ അല്ലെങ്കിൽ ഇതിനകം കണ്ടുകൊണ്ടിരിക്കുന്നതോ ആയ സംഗതികളാണ്. റബീഉൽ അവ്വൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കൊണ്ട് പ്രസിദ്ധമായ മാസം തന്നെയാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് എന്നുള്ളതിന് കൃത്യമായ രേഖയോടുകൂടി പറയാൻ കഴിയുന്ന ഒന്ന് അത് റബീഉൽ അവ്വലിലാണ് എന്നുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഏത് മാസത്തിലാണ് നടന്നത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ ചരിത്രങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോ ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അഭിപ്രായങ്ങൾ പലതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മരണപ്പെട്ടത് റബീഉൽ അവ്വലിലാണ് എന്നുള്ളത് ചരിത്രപരമായ സത്യസന്ധമായ രേഖയുമാണ്. ഇതൊരു വസ്തുതാപരമായ സംഗതിയാണ്. ഇനി അത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട ആ ഒരു ദിവസത്തെയാണ് ജനനത്തിന്റെ ആഘോഷമായി, മരണപ്പെട്ട ആ ഒരു കാലയളവിനെയാണ് ജനനത്തിന്റെ ആഘോഷമായി കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വൈരുദ്ധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മാസങ്ങൾക്ക് വലിയ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിലെ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നിലയിൽ ഹുർമത്ത് ഉള്ള മാസമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ ഈ റബീഉൽ അവ്വൽ ഇല്ലല്ലോ. മറിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ടതും ഉംറയുമായി ബന്ധപ്പെട്ട ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പവിത്രതയുടെ പ്രഖ്യാപനം മാത്രമാണ് അവിടെ ഉള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അഥവാ ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും ഇങ്ങനെ തുടർച്ചയായി വരുന്ന 3 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരാമർശിച്ചു. അതേപോലെ തന്നെ റജബ് മാസത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾ ഇങ്ങനെ പ്രത്യേകം പരാമർശിച്ച് ഹുർമത്താക്കപ്പെട്ട മാസമാണ്. അക്കൂട്ടത്തിൽ ഈ റബീഉൽ അവ്വൽ ഇല്ല. പിന്നെ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നുള്ള നിലക്ക് മുഹറത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറത്തിലെ നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സുകളിലുണ്ട്. അഥവാ അങ്ങനെയും ഒരു മാസത്തിന് ഒരു പവിത്രതയും അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആ മാസത്തിന്റെ സ്ഥാനത്തെ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പരിശുദ്ധ റമളാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ റമളാനിന്റെ മാസത്തെക്കുറിച്ച് പ്രത്യേകം തന്നെ പറയുകയും അതിന്റെ മഹത്വം എത്രയാണ് നമുക്കറിയാം. ഇങ്ങനെ എണ്ണം പറഞ്ഞ കുറെ മാസങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പവിത്രതയെക്കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അതിന്റെ മഹത്വങ്ങളെക്കുറിച്ച്, അതിൽ ചെയ്യേണ്ട കുറെ ഇബാദത്തുകളെക്കുറിച്ച്, ആ ഇബാദത്തുകൾ ചെയ്യേണ്ട രീതികളെക്കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്, അധ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ റബീഉൽ അവ്വലിൽ നിങ്ങൾ ചെയ്യേണ്ട അനുഷ്ഠാനം ഇന്നതാകുന്നു, റബീഉൽ അവ്വലിൽ നിങ്ങൾ ചെയ്യേണ്ട ആചാരങ്ങളോ ആഘോഷങ്ങളോ ഇന്നതാകുന്നു എന്ന് പറയുന്ന ഒരു രേഖ പോലും എവിടെയും ഇല്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ മാസങ്ങളുടെ കൂട്ടത്തിലൊന്നും ഇല്ലാത്ത ഒരു മാസത്തിനാണ് നമ്മൾ പുണ്യം നിറഞ്ഞ റബീഅ എന്നുള്ള നിലക്ക് വലിയ സ്വാഗത ബോർഡുകളിലൂടെയൊക്കെ നമ്മൾ തെരുവുകളിൽ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഒരായത്താണ് കേൾപ്പിച്ചത്. സൂറത്ത് തൗബയിലെ 128-ാമത്തെ ആയത്ത്. തൗബ സൂറത്തിൽ ആകെ 129 ആയത്തുള്ളത്. അവസാനത്തിന് തൊട്ട് മുൻപത്തെ ആയത്ത് പരിശോധിക്കാവുന്നതാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്നൊരു റസൂല് വന്നിരിക്കുന്നു. റസൂല് വന്നതിനാണ്, റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതിനാകുന്നു അല്ലാഹു പ്രാധാന്യം കൊടുക്കുന്നത് എന്നുകൂടി വായിക്കാം. എന്നിട്ട് ആ റസൂലിനെ കുറിച്ച് പറയുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുന്ന വിഷയത്തിൽ, നിങ്ങൾക്ക് അനുഭവിക്കാനിരിക്കുന്ന ബുദ്ധിമുട്ടിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത പ്രയാസമാകുന്നു. വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ആളാകുന്നു എന്ന് നബിയെ കുറിച്ച്, നമ്മോടുള്ള അടുപ്പത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സത്യവിശ്വാസികളുടെ അത്ര വലിയ അടുപ്പുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞില്ല, ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമുള്ള ഒരു റസൂലാകുന്നു ആ റസൂൽ. നിങ്ങളിലേക്ക് വന്ന അള്ളാഹു നിയോഗിച്ചയച്ച റസൂൽ നിങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത താല്പര്യമുള്ള റസൂലാകുന്നു. ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് റഊഫാകുന്നു, റഹീമാകുന്നു, ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു ആ റസൂൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അള്ളാഹു പറയുന്നു. എന്തിനാണ് ഈ കേൾപ്പിച്ചത്? നമുക്ക് നന്മയാകുന്ന ഏതേത് കാര്യങ്ങളും ഈ ആയത്ത് ശ്രദ്ധിച്ച മനസ്സിലാക്കാൻ, നേർക്കുനേർ ശ്രദ്ധിച്ച മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നന്മയാകുന്ന ഏതേത് കാര്യങ്ങളും
നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകുന്ന ഏതേത് വിഷയങ്ങളും നമുക്ക് സ്വർഗം കിട്ടാൻ അനിവാര്യമായിട്ടുള്ള ഏതേത് കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തരുന്ന കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനാകുന്നു എന്നാണല്ലോ ഹരീസുൻ അലൈക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാകുന്നു. അപ്പൊ നമ്മുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ നമുക്ക് സ്വർഗത്തിൽ എല്ലാ മഹത്വങ്ങളും കിട്ടാൻ നമ്മുടെ ജീവിതത്തിന്റെ ഗുണപരമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. അത്ര താല്പര്യത്തോടു കൂടി അക്കാര്യങ്ങളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിൽ ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായ ഗൈഡൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സഹിക്കാൻ കഴിയില്ല. അതാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞത് അസീസുൻ അലൈഹി മാ അനിത്തും എന്ന് പറഞ്ഞതാണല്ലോ. നമ്മൾക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ എന്ന് പറയുമ്പോൾ എന്താണ് അതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ഖുർആൻ തഫ്സീറുകൾ നിങ്ങൾ വായിക്കൂ. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു നന്മ നഷ്ടപ്പെട്ടു പോകുമോ, ആ നഷ്ടപ്പെട്ടു പോകുന്ന നന്മകൾ ഒരിക്കലും ഒരു നന്മയും നമുക്ക് നഷ്ടപ്പെട്ടു കൂടാ എന്നുള്ള നിലക്ക് അതിൽ ജാഗ്രത കാണിക്കുകയും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുന്ന ഏതെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്, സഹിക്കാൻ കഴിയാത്തതാണ് എന്നൊക്കെയാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരിച്ച് പറയുമ്പോൾ ഇപ്പോൾ നോക്കൂ, നിങ്ങൾ മുഹറത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. മുഹറം നോമ്പ് അഫ്ളലുസ് സിയാമി ബഅദ റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുണ്യം കിട്ടുന്ന ഒരു വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അക്കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, പ്രവർത്തിച്ച് പ്രാവർത്തികമായി കാണിച്ചു തരുന്ന ഒരു ഗുരുനാഥനെയാണ് അവിടെ നബിയിൽ നമ്മൾ കാണുന്നത്. റസൂലുള്ളാഹി പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലെ നോമ്പാകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഗുണപരമാകുന്ന കാര്യങ്ങൾ അതീവ താല്പര്യത്തോടു കൂടി നമ്മളെ അതിന് മോട്ടീവ് ചെയ്തിട്ട് നമ്മളെ അതിന് പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് എത്തിക്കുന്ന റസൂൽ. ഇതേപോലെ നിങ്ങൾ നോക്കൂ, ആരെങ്കിലും ഓരോ നമസ്കാരങ്ങൾക്കും ശേഷവും മുൻപുള്ള റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവന് വീടാണെന്ന് പറഞ്ഞു. ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസ് ഉള്ളതല്ലോ. നമുക്കറിയാം, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൂലി നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, കിട്ടണം എന്നുള്ള നിലക്ക് അതീവ താല്പര്യം നമ്മോട് കാണിച്ചു. ഇങ്ങനെ തൽപരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖകൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന ഏത് കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ അധ്യാപനം കഴിഞ്ഞ ആഴ്ച ഈ മിമ്പറിൽ കേട്ട നമ്മളൊരു ഹദീസ് ഉണ്ടല്ലോ, സ്വനാഇഉൽ മഅറൂഫി തഖീ മസ്വാരിഅസ് സൂഅ്. നമ്മൾ ചെയ്യുന്ന ഏത് നന്മകളാണെങ്കിലും, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന, സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഏത് നന്മകളാണെങ്കിലും നമ്മൾ അതൊക്കെ തരം നന്മകളൊക്കെ ഒരുപാട് ആപത്തുകളിൽ നിന്ന് തടയും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മളെ പ്രചോദിപ്പിച്ചു. നന്മ കിട്ടുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള നിലക്ക് നമ്മുടെ കാര്യത്തിൽ ഹരീസാകുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ, അത്ര തൽപരനായ റസൂലുള്ളാഹ്. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ പ്രയാസപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള നിലക്ക് പഠിപ്പിച്ച കുറെ കാര്യങ്ങളില്ലേ. മതത്തിൽ നമ്മൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ബുദ്ധിമുട്ട് മതത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, നമ്മൾക്ക് ഇനി ഇത് പോരാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യേണ്ടി വരരുത് എന്നുള്ള നിലക്കുമൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കൽപ്പനയാകുന്നല്ലോ, എല്ലാ മിമ്പറുകളിലും വെള്ളിയാഴ്ച ദിവസങ്ങൾ കേൾക്കുന്ന ഒരു ഹദീസ്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബലാലത്തുകളും എല്ലാ ബിദ്അത്തുകളും ദലാലത്തുകളാകുന്നു. മതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പുതുതായി കൽപ്പിച്ചു കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വഴികേടിന്റെ മാർഗങ്ങളാകുന്നു എന്ന് പഠിപ്പിച്ചു തന്നു. അതേപോലെ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കൽപ്പനയിൽ ഇതിലില്ലാത്ത ഒരു കാര്യം പുതുതായി ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കഴിഞ്ഞില്ല, ഇനിയും നോക്കൂ നിങ്ങൾ, ഇന്നഹു ലൈസ ബൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി, നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കാൻ എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെയും ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചു തരാതെ, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല, പറഞ്ഞു തരാതെ, സൂചിപ്പിച്ചു തരാതെ പോയിട്ടില്ല, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലന്നാരി ഇല്ലാ വഖദ് നഹൈതുകും അൻഹു, നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കാൻ സാധ്യതയുള്ള എന്ത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെയും നിങ്ങളോട് ഞാൻ വിലക്കുകയും വേണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്.
ഇതൊക്കെ വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മൾ ഇങ്ങനെ തെരുവുകളിൽ കാണുന്ന മദ്രസകൾ അലങ്കരിച്ചും പള്ളികൾ പ്രത്യേകമായി കൊണ്ട് സജ്ജീകരിച്ചും തെരുവോരങ്ങളിൽ വലിയ വലിയ ബാനറുകൾ കെട്ടിയും വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചുമൊക്കെ ഇതൊക്കെ എന്തിനൊരു പ്രതിരോധമാണ്, വിശ്വാസപരമായ പ്രതിരോധം നമുക്ക് അനിവാര്യമാണ്. ഇത് നമ്മളിങ്ങനെ മിമ്പറിൽ പറഞ്ഞതുകൊണ്ട് നിർത്തും എന്നുള്ള തോന്നൽ നമുക്ക് ആർക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഈമാനികമായ കാത്തുവെപ്പും ഇതിലേക്ക് ഒരല്പമെങ്കിലും ഒരർത്ഥത്തിൽ പോലും നമുക്ക് എന്ത് ചെയ്യരുത്, ഒരു തോന്നൽ, ഇത് തരക്കേടില്ലല്ലോ എന്നുള്ള തോന്നൽ, എന്റെ കുട്ടികൾ അതിലേക്ക് പറഞ്ഞയച്ചെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ, എന്റെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ അതിലൂടെ പരിപോഷിക്കപ്പെടുമെങ്കിൽ ആവട്ടെ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകാതിരിക്കാൻ വിശ്വാസപരമായ ഒരു പ്രതിരോധം ഇവിടെ മിമ്പറുകളുടെ ദൗത്യം എന്നുള്ളത് നിർവഹിക്കേണ്ടതുണ്ട്. ആദ്യമായി കേൾക്കുന്നൊന്നുമല്ലല്ലോ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഉൽ അവ്വലിൽ എന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമായിരുന്നു. കാരണം എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പഠിപ്പിക്കൂ. പക്ഷെ റബീഉൽ അവ്വലിൽ നിങ്ങൾ ചെയ്യേണ്ട പുണ്യകർമ്മം എന്നുള്ള നിലക്ക് എന്തെങ്കിലും ഒന്ന് വന്നിട്ടില്ല. അപ്പൊ അതിനർത്ഥം ഇനി എന്താണോ? അതിനർത്ഥം ഒരിക്കലും എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്ത ആളുകളാകുന്നു ഈ കൂട്ടർ എന്നാണോ? അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ലല്ലോ. നബിയോട് സ്നേഹമില്ലാത്ത ആളുകൾ നബിയെ സ്നേഹിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കുന്നവർ അങ്ങനെയൊന്നും അല്ല. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ, സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, താബിഈകൾ പ്രാവർത്തികമാക്കിയതുപോലെ നമ്മൾ അതിനെ സ്വീകരിക്കണം എന്നുള്ളതാകുന്നു. അതുകൊണ്ട് വീണ്ടും പറയുന്നു, വീണ്ടും ഉൾക്കൊള്ളുന്നു, ഹബ്ബുർ റസൂലി ശുഅബത്തും മിനൽ ഈമാൻ. ഹബ്ബുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹബ്ബ്, മഹബ്ബത്ത്, സ്നേഹം, അത് നമ്മുടെ ഈമാനിന്റെ ഒരു ഘടകമാണെന്ന്. ഈമാന്റെ ഘടകം റുക്കനിന്റെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു. അത് പൂർത്തിയാകണം, ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഹബ്ബുർ റസൂൽ വേണം. പക്ഷെ എങ്ങനെ സ്നേഹിക്കണം? ആ ഹബ്ബുർ റസൂൽ എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒറ്റ ഹദീസ് മതിയല്ലോ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. നമുക്കറിയാം, മനപ്പാടമുള്ള ഹദീസ. എന്റെ സുന്നത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനാകുന്നു എന്നെ ഇഷ്ടപ്പെട്ടവൻ. അങ്ങനെ എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗം നേടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹിക്കലാണെന്നും ആ സ്നേഹം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ ജീവിതചര്യയെ അനുധാവനം ചെയ്യുക എന്നുള്ളതാകുന്നു. സുന്നത്തിന് എന്താ ചെയ്യാന്നാൽ കേവല സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രം അങ്ങനെയല്ലല്ലോ. ആ ജീവിതചര്യയെ അനുധാവനം ചെയ്യുന്ന ഒരു ജീവിത രീതി നമുക്കുണ്ടാവുക. ഒരൊറ്റ ചരിത്രം പറയാം. മഹാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി കഴിച്ചുകൂട്ടി. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എണീറ്റു. അവിടെ നിന്നും എണീറ്റു. റബീഅ റളിയല്ലാഹു അൻഹു എണീറ്റു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളു ചെയ്യാൻ വേണ്ട വെള്ളം കൊണ്ടുപോയി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുളു ചെയ്യാനുള്ള വെള്ളം മാത്രമല്ല മറ്റു ആവശ്യങ്ങളൊക്കെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തു കൊടുത്തപ്പോ ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, താങ്കൾക്ക് ഇതിനൊക്കെ പ്രത്യുപകാരമായി എന്തു വേണമെന്നോട് ചോദിച്ചേക്കുന്നു. ഞാൻ താങ്കൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കണത്. അപ്പൊ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നത്ത് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരൊറ്റ അഭ്യർത്ഥന മാത്രമുള്ളത്, സ്വർഗത്തിലും നിങ്ങളോടൊപ്പം ഇതുപോലെ ഉണ്ടാവണം. എനിക്ക് ഞാൻ റഫീഖാവണം നിങ്ങളുടെ സ്വർഗത്തിൽ. നിങ്ങളുടെ റഫീഖായിട്ട് കിട്ടാൻ, കൂട്ടുകാരനായിട്ട് കൂടെ കൂടാൻ എനിക്ക് കഴിയണം. അതാണ് എന്റെ ആവശ്യമെന്ന് പറയുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതല്ലാത്ത വേറെന്തെങ്കിലും എന്നാ ചോദിക്കണം, ഇതല്ലാത്ത വേറെന്തെങ്കിലും ചോദിക്കണ്ടോ നിങ്ങൾക്ക്? അപ്പോ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ദാക്, ഇതിനപ്പുറത്തേക്ക് വേറൊന്നും വേണ്ട, അത് മതി എനിക്കെന്ന് പറയുന്നു. ആര്? റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ഖാല ഫഅഇന്നി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ശരി, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടെന്ന് പഠിപ്പിക്കുകയല്ല, മറിച്ച് പഠിപ്പിച്ചത് നിങ്ങൾ ഇനി മുതൽ ഇതാ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ചെയ്താൽ മതി, അങ്ങനെയും പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ വേറെ എന്തെങ്കിലും അല്ല പഠിപ്പിച്ചത്. ഞാൻ ഇത് ഏറ്റെടുത്തു എന്ന് പറയുവല്ല, മറിച്ച് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി സുജൂദുകൾ വർദ്ധിപ്പിക്കുക.
സുജൂദ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാവുക, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒരുപോലെ ഉണ്ടാവുകയാണെങ്കിൽ, അതിനുവേണ്ടി അള്ളാഹുവിൻ റസൂലിന്റെ പ്രാർത്ഥന കൂടി കിട്ടുകയാണെങ്കിൽ ആ റഫീഖാവുക എന്നുള്ളത് യാഥാർത്ഥ്യമായേക്കും എന്നുള്ള നിലക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റബീഅ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 10,000-കണക്കിന് സ്വഹാബികൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രവാചകനോട് അത്രമേൽ ഇഷ്ടം തോന്നിയവരായ എത്രയെത്ര ആളുകൾ, ആ ഇഷ്ടം പ്രഖ്യാപിച്ചവരായ എത്രയെത്ര ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒന്ന്, അത് പിൽക്കാലഘട്ടത്തിൽ നടന്നു വരുമ്പോൾ അതാകുന്നു സുന്നത്ത് എന്ന് പറയുന്നതാണോ അഭികാമ്യം? അതല്ല, അത് പിൽക്കാലഘട്ടത്തിൽ കടന്നു വന്നതായ, കടന്നുകൂടിയതായ, മതത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായ, മതത്തിലെ കടത്തിക്കൂട്ടിയതായ അത്യാചാരങ്ങളാകുന്നു അതല്ല വേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ശുദ്ധമായ മാർഗം അതാണ് വേണ്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഇതൊക്കെ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടത്തേക്കുള്ള നമ്മുടെ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കണം. എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതിനുള്ള വലിയ രേഖയാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഒരൊറ്റ കാര്യം കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിധിച്ചു തന്ന ഏതെങ്കിലും ഒരു വിധിയുടെ കാര്യത്തിൽ നമുക്കൊട്ടും ഒരു പ്രയാസം മനസ്സിൽ പോലും ഇല്ലാത്തവണ്ണം അത് സ്വീകരിക്കുകയാണെങ്കിൽ അതും നമ്മുടെ മഹബ്ബത്തിന്റെ പ്രഖ്യാപനമാണ്. വാക്കൊന്നുകൂടി പറയാം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം എനിക്ക് സ്വീകാര്യമാണെന്ന് മനസ്സാ വാചാ കർമ്മണ നമ്മൾ സ്വീകരിക്കുക, ഏറ്റെടുക്കുന്ന ഒരു മനസ്സും ഈമാനും നമുക്കുണ്ടെങ്കിൽ അത് തന്നെയാകുന്നു നമ്മളുടെ മഹബ്ബത്തിന്റെ ഈമാൻ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഫലാ വറബ്ബിക, എന്റെ റബ്ബ് തന്നെ, താങ്കളുടെ റബ്ബ് തന്നെയാണ് സത്യം. ഫലാ വറബ്ബിക, താങ്കളുടെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല, അവർക്ക് വിശ്വാസമുണ്ടാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ താങ്കളെ അവർ വിധികർത്താവാക്കണം. താങ്കളുടെ ജീവിത രീതി എന്താ, താങ്കൾ എന്തൊക്കെ പഠിപ്പിച്ചു റസൂലേ, അത് അവർ അവലംബിക്കും വരെയും അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല. മറിച്ച് മാത്രമല്ല, താങ്കൾ ആ വിധിച്ച വിധി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ മനസ്സിൽ പോലും ഒരൽപ്പം പ്രയാസം അവർക്ക് ഉണ്ടാകാൻ പാടില്ല, അത് ഏറ്റെടുക്കണം. താങ്കളുടെ തീരുമാനം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഇന് ഒരു റബീഉൽ അവ്വലിന് പ്രത്യേകമായ ഒരു ആചാരമോ അനുഷ്ഠാനമോ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പ്രവാചകന്റെ വിധിയാണ്, തീരുമാനമാണ്. അത് അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കണം എന്നർത്ഥം. എന്നിട്ടോ വയുസല്ലിമു തസ്ലീമ, അത് പൂർണ്ണമായും ഏറ്റെടുക്കണം. സർവാത്മനാ സ്വീകരിക്കാൻ ഒരൊറ്റ വാക്ക് മതിയാകും. അവിടെ എല്ലാ അർത്ഥവും സ്വീകരിക്കുന്ന ആളുകളായിരിക്കണം. അതാകുന്നു പ്രവാചകനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള ഇഷ്ടത്തിന്റെ പ്രഖ്യാപനം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരുപാട് അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്, സൂചനകൾ മാത്രം മതിയല്ലോ. ആ നിലക്ക് ചില കാര്യങ്ങളിലേക്ക് സൂചിപ്പിക്കാനാണ് ശ്രമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗങ്ങളെ ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തെ നമ്മൾ പ്രഖ്യാപിക്കണം, അത് ജീവിതത്തിൽ പ്രഖ്യാപിക്കണം. പരമാവധി ആ ഇഷ്ടത്തോട് കൂടി തന്നെ, ഈമാനോട് കൂടി തന്നെ നമുക്ക് ജീവിക്കാനും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാനുമുള്ള സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അല്ലാഹുവേ, നീ ഞങ്ങളോട് കനിയേണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പറഞ്ഞ വിഷയം അതിന്റെ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ അറിയുന്നതാണല്ലോ എന്നുള്ള നിലക്ക് ഇങ്ങനെ ഒരു തരം നിസ്സംഗതയോടുകൂടിയല്ല ഉണ്ടാവേണ്ടത്. മറിച്ച് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് ഇതൊക്കെയും അരിച്ചെത്തുമോ, ഇതിനെയൊക്കെയും നിസ്സാരവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന തലത്തിലല്ല ഉണ്ടാവേണ്ടത്. ഗൗരവത്തോടുകൂടി കാണണം എന്നുള്ളതാകുന്നു മതപരമായ ഈ വിഷയത്തിലെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ
നമ്മൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെയും ആളുകളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് ഒരല്പമെങ്കിലും ഈ വിഷയത്തിൽ ഒരു അറിവും അവഗാഹവും നേടിക്കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കൂട്ടുകെട്ടുകളുടെ മാർഗങ്ങൾ, അതേപോലെ സൗഹൃദങ്ങളുടെ ഭാഗങ്ങൾ, അതേപോലെ സോഷ്യൽ മീഡിയയുടെ ഭാഗങ്ങൾ, ഇതൊക്കെ ഏറ്റവും അർത്ഥപൂർണമായിട്ട്, അതൊരു തരം വിഴുപ്പലക്കലല്ല, മറിച്ച് അർത്ഥപൂർണമായ നിലക്ക് അവയൊക്കെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ നസീഹത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ ദൗത്യം പൂർത്തിയാവുക എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. കാരണം അതൊക്കെയും നാളെ പരലോകത്ത് നമുക്ക് വലിയ ഒരു രക്ഷാകവചമായി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തെ ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ദയാപരനും സർവ്വലോക പരിപാലകനും സംരക്ഷകനുമായ നാഥ, ഞങ്ങളെ ദീനീ ജീവിതത്തിൽ നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ തന്നെ ഉറച്ചു നിൽക്കാനുള്ള, നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാത്തരം കുഫറിന്റെ മാർഗത്തിൽ നിന്നും നിഫാഖിന്റെ മാർഗത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ അഭയവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിശ്വാസ വിശുദ്ധിയോടുകൂടി, കർമ്മവിശുദ്ധിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ മനസ്സിലോർത്തുകൊണ്ട് അവരിൽ ജീവിച്ചിരിക്കുന്നവരായ ആളുകളിൽ രോഗശയ്യയിൽ കിടക്കുന്നവർ, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവർക്കെല്ലാവർക്കും നീ പൂർണ്ണമായ ആരോഗ്യം നൽകി നാഥ കൂടുതൽ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മറ്റെല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം, ഞങ്ങൾക്ക് മുൻപേ വേർപെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റബ്ബേ. അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കുകയും സന്തോഷപൂർണമായ ബർസഖി ലോകത്ത് അല്ലാഹുവേ നീ വരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് പറയുന്ന നമ്മൾക്ക് വേണ്ടപ്പെട്ട പലരുണ്ട്. അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അവരുടെയൊക്കെ റിക്വസ്റ്റുകളും അഭ്യർത്ഥനകളൊക്കെ മാനിച്ചുകൊണ്ട്. അല്ലാഹുവേ, അങ്ങനെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് പറഞ്ഞവരായ എല്ലാ ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സാമ്പത്തികമായ കടബാധ്യതകൾ, രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ അല്ലാഹുവേ നീ പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ചേർത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംബാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ سيئاتنا وتوفنا مع الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.